ഗുഡ് മോർണിംഗ്. സമയം 9:32 നമ്മുടെ ലിക്വിഡിറ്റി ലെവൽസ് ഒക്കെ നോക്കാം. നിഫ്റ്റിയിൽ 25,415 ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയ കൺസിഡർ ചെയ്യുന്നത്. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അപ്പ് സൈഡിലേക്ക് നോക്കാമെന്നുള്ളതാണ് പ്ലാൻ. ഇനി അതല്ല 25,545 മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്നെങ്കിൽ ഡൗൺ സൈഡിലേക്കായിരിക്കും പ്ലാൻ ചെയ്യും. മാർക്കറ്റ് ഇന്നലെ ഈവൻ ലാസ്റ്റ് ടൈമിൽ റിലയൻസ് ഒക്കെ നല്ലൊരു ഫാളോ ചെയ്താണ്. അപ്പോൾ ചെറുതായിട്ട് താഴേക്ക് വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പം ഇന്ന്. കാരണം മാർക്കറ്റ് ഓവറോൾ ഒരു നല്ല ബുള്ളിഷായി പോയിക്കൊണ്ട് പെട്ടെന്ന് വലിയ കുറച്ച് ക്യാൻഡിൽസ് ഒക്കെ ആയിട്ട് ബേറിഷായി കാണിച്ചതാണ്. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ 57,154 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്പ് സൈഡിലേക്ക് നോക്കും. ഇനി അതല്ല 57,648 ടാപ്പ് ചെയ്യുന്നതെങ്കിൽ താഴേക്ക് നോക്കും. ഇപ്പോൾ ഓൾറെഡി ഡൗൺ സൈഡ് ലിക്വിഡിറ്റിൻ്റെ അടുത്താണ്. ഏതായാലും ചാൻസ് വരട്ടെ. ചാൻസ് വരുമ്പം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 9:46 ആയിട്ടുണ്ട്. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റ് നല്ല ബെയറിഷ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് ഡേൻ്റെ മാർക്കിംഗ് പ്രകാരം മാർക്കറ്റ് താഴെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു പ്രൈസ് ആക്ഷൻ, ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് നിഫ്റ്റിയിൽ. അപ്പോൾ ആ ഒരു ഏരിയ എത്തുമ്പോൾ താഴേക്ക് ഒരു ട്രേഡ് അഗ്രസീവായിട്ട് നോക്കാം. നമുക്ക് ടാപ്പ് ചെയ്ത് മുകളിലേക്ക് പോകുന്ന സമയത്ത് നമുക്കൊരു പുട്ട് ഓപ്ഷൻ എടുക്കാം. മാർക്കറ്റ് കുറച്ചും കൂടെ ഒന്ന് മുകളിലേക്ക് വരണം. നമ്മൾ മാർക്ക് ചെയ്ത ലിക്വിഡിറ്റി ഏരിയ 25,458 റേഞ്ചിലൊക്കെ ടാപ്പ് ചെയ്തിട്ട് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു പുട്ട് ഓപ്ഷൻ എടുക്കാം. അതാണ് പ്ലാൻ. ഇപ്പോൾ പ്രീമിയം 71 ഒക്കെ ഉണ്ട്. ഒരു 65 ഒക്കെ റേഞ്ചിലേക്ക് എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. 66 റേഞ്ചിൻ്റെ താഴെ ആയിരിക്കും എന്തായാലും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രൈസ് ഇവിടെ 66 കൊടുത്തത്. കാരണം 65, 64 ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ ആ ഒരു ടൈമിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴെയുള്ള ഏത് പ്രൈസിൽ ആ സമയത്തുള്ള മാർക്കറ്റ് പ്രൈസിലാണ് നമുക്ക് കിട്ടുക. എന്താ വെച്ചാൽ വലിയൊരു സ്പൈക്കിൽ നമുക്ക് മിസ്സാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. ഇപ്പോൾ പ്രീമിയം 68 ഒക്കെ എത്തിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് താഴെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഇതെടുക്കാം. വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് ആ ഒരു റേഞ്ച് ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യട്ടെ. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ട്രേഡ്. 73 ആയി, വീണ്ടും 73 ആയില്ലേ. ടാപ്പ് ചെയ്യാനുള്ള പരിപാടി ഇല്ലായിരുന്നു. ഷാർപ്പ് ഫാൾ തന്നെയാണോ ഇനി? ഏതായാലും കുഴപ്പമില്ല. നമുക്ക് അവസരം എത്താതെ നമ്മൾ ചാടി കയറി ട്രേഡ് എടുക്കില്ല. അങ്ങനെ എടുക്കുമ്പോഴാണ് നമുക്ക് പിന്നെ ഇമോഷണൽ പ്രശ്നം വന്നിട്ട് പ്രോബ്ലംസ് ഒക്കെ വരിക. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള എൻട്രി ഏരിയ എത്തുമ്പോൾ എടുക്കുക. അതിൽ ലോസ് വന്നാലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. കാരണം ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഡെയിലി ട്രേഡ് ചെയ്യുമ്പോൾ രാവിലെ തന്നെ ഇരിക്കുന്നത്. ഇന്നത്തെ എൻ്റെ ലോസ് എത്രയാണ് എനിക്കറിയാം. മാക്സിമം സംഭവിച്ചാൽ മാക്സിമം ഒരു ട്രേഡിൽ 2 ട്രേഡേ എനിക്ക് ലോസ് വരുള്ളൂ. അതിൽ കൂടുതൽ ലോസ് വരില്ല. അപ്പോൾ പെർഫെക്റ്റ് ആണ് നമ്മളെ. പക്ഷേ എൻട്രി വരാതെ എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് താഴേക്കാണ് പോകുന്നത് എന്നൊക്കെ നമുക്ക് ഏകദേശം അറിയെങ്കിലും കൂടെ നമുക്ക് ചാടി കയറി എടുക്കില്ല. പ്രോപ്പർ അവസരം വരാതെ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമ്മുടെ ഇമോഷണൽ പ്രശ്നങ്ങൾ വരും. ഓക്കെ, വീണ്ടും ആ ഏരിയയിലേക്ക് വരുന്നുണ്ട് മാർക്കറ്റ്. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. ഒന്ന് ആ റേഞ്ചിലെത്തട്ടെ. വീണ്ടും പ്രീമിയം 60-70 താഴെ വന്നിട്ടുണ്ട്. 69 ഒക്കെ ആയിട്ടുണ്ട്, വരുന്നുണ്ട്. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, ചാൻസ് വരട്ടെ. സമയം 9:54 അപ്പോഴേക്കും നമ്മുടെ ആ ഒരു ട്രേഡ് കണ്ടോ, ഇന്നത്തെ ആ ഒരു എഗെയിൻ ലോ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് മാർക്കറ്റ്. നമുക്ക് എൻട്രി തന്നിട്ടില്ല. പ്രീമിയം 65 റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ എന്താ പറയുക, എൻട്രി പ്ലാൻ ചെയ്ത ഏരിയയിലേക്ക് മാർക്കറ്റ് ടാപ്പ് ചെയ്തില്ല. അതിന് മുമ്പ് താഴേക്ക് തന്നെ വന്നു. പക്ഷേ പ്രീമിയം ഇപ്പോൾ നല്ല 65 ഒരു 100 വരെയൊക്കെ പോയി. ഇപ്പോൾ എഗെയിൻ 30 പോയിൻറ്റ്സ്. ആകെ സ്പോട്ട് ആകെ 30 പോയിൻറ്റ് പോകുമ്പോഴും പ്രീമിയം 30 പോയിൻറ്റ്. അതാണ് എക്സ്പയറി ഡേൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ നേരെ തിരിച്ചും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് പോകണമെങ്കിൽ വേഗം തീറ്റടിക്കുകയും വരും. രണ്ടും സംഭവിക്കും എക്സ്പയറി ഡേയിൽ. അതായത് ആ ട്രേഡ് നമുക്ക് മിസ്സായി, കുഴപ്പമില്ല. ഇനി നല്ല ചാൻസ് വരുമ്പോൾ എടുക്കാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 10:45 നമുക്ക് 2 ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടെ. നിഫ്റ്റിയിൽ ഒരു അപ്പ് സൈഡിലേക്ക് നോക്കാം, അതുപോലെ ബാങ്കിൽ താഴേക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ ഞാൻ ഡൗൺ സൈഡിലേക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് നോക്കുന്നത്. കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു മാർക്കറ്റ് നല്ല ഫാളാണ് വരുന്നത്. അപ്പം അപ്പ് സൈഡ് ലിക്വിഡിറ്റി എടുക്കുമ്പോൾ താഴേക്ക് പോകാം. ഓക്കെ, എൻട്രി ഏരിയയിലേക്ക് വരുന്നുണ്ട് ബാങ്കിൽ. ആ ഒരു ക്യാൻഡലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോകുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അവിടെ നിന്നൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. 57,300 പുട്ട് ഓപ്ഷനാണ്. ഈ ഒരു ക്യാൻഡലിൻ്റെ ജസ്റ്റ് കഴിഞ്ഞിട്ട് ആ ക്യാൻഡലിൻ്റെ ഹൈയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പുട്ട് ഓപ്ഷൻ ബാങ്ക് നിഫ്റ്റിയിൽ എടുക്കാം. നിഫ്റ്റി നമ്മൾ ആ ലിക്വിഡിറ്റി ഏരിയ ഒന്നും മൂവ് ചെയ്യണ്ടില്ല. പക്ഷേ എനിക്ക് കുറച്ചും കൂടി പറയാൻ പറ്റില്ല. നമ്മൾ ചിലപ്പം നിഫ്റ്റി എടുക്കാതെ ബാങ്ക് എടുക്കുമ്പോൾ അത് SL അടിക്കുകയോ നിഫ്റ്റി ടാർജറ്റ് അടിക്കുകയോ ഒന്നും അറിയില്ല. പക്ഷേ കുറച്ചും കൂടി ഒരു മാർക്കറ്റിൻ്റെ ഒരു മൊമെൻറ്റം കണ്ടിട്ട് സെൽ ഓഫ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡൗൺ സൈഡിലേക്ക് എടുക്കുന്നത്. 2 ഓപ്പർച്യൂണിറ്റി ഉണ്ട്, 2 ഏരിയയിലും ഉണ്ട് അവിടെ. നിഫ്റ്റിയിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ തന്ന് ഒരു ഏരിയയാണ് അത്. ഇനിയിപ്പോൾ നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ നമുക്ക് എടുക്കാം. 57,300 പുട്ട് ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, റെഡിയാക്കി വെക്കാം. ഇപ്പോൾ പ്രീമിയം 629 റേഞ്ചിലൊക്കെ ഉള്ളത്. ഒരു 625 റേഞ്ചിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് മാർക്കറ്റ് ആ ഒരു റേഞ്ചിലേക്ക് വരുമ്പോൾ. 10:46 ആയിട്ടുള്ളൂ. വരട്ടെ, വെയിറ്റ്.
ആ വലിയൊരു ഗ്രീൻ ക്യാൻഡലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോകുമ്പോഴാണ് നമ്മൾ ഒരു പുട്ട് ഓപ്ഷൻ എടുക്കുക. രണ്ടുമില്ല, രണ്ടും ഇനി തരൂലേ. ഏതായാലും നമുക്ക് ബാങ്കിൽ തന്നെ ട്രൈ ചെയ്യാം. വരുന്നുണ്ട് ആ ഏരിയയിലേക്ക് വരുന്നുണ്ട്. ആ ഒരു ക്യാൻഡലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ നമ്മൾ പുട്ട് ഓപ്ഷൻ എടുക്കാം. നമ്മുടെ എന്താ പറയുക, വാച്ച് ലിസ്റ്റിലേക്ക്. കോള് ഞാൻ നിഫ്റ്റി എടുക്കണമെന്ന് വിചാരിച്ചു, പിന്നെ പുട്ടിലേക്ക് തന്നെ മാറിയതാണ്. രണ്ടും കൺഫ്യൂഷനില്ല. കുറച്ചും കൂടി എനിക്ക് ഡൗൺ സൈഡ് തോന്നുന്നു. അപ്പോൾ നമുക്ക് ബാങ്കിൽ എടുക്കാം. ബാങ്കിൽ 18 പോയിൻ്റ് SL നമ്മുടെ റെഡിയാക്കി വെക്കാം. മാർക്കറ്റ് ആ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺസിഡർ ചെയ്യാം. വരട്ടെ, അതിൻ്റെ മുകളിൽ വന്നാലേ എടുക്കുകയുള്ളൂ. നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ റേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിനെ കൊണ്ട് ഒന്നുകൂടെ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ എടുക്കാം. ഇന്ന് ടാർജറ്റ് ഡേ ലോ വരെ നമുക്ക് വെക്കാം. ഡേ ലോ വരെ വെച്ചിട്ട് പിന്നെ അവിടെ എത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, പ്രൈസ് ടാർജറ്റിലേക്ക് വരികയാണെങ്കിൽ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാം. കാരണം 1:5 കിട്ടൂല ഡേ ലോ എത്തുമ്പോൾ, പോയിന്റ് കുറവാണ്. കാരണം 57,000 എന്നുള്ള റേഞ്ചൊക്കെ ഉണ്ട്. അതിൻ്റെ താഴേക്കൊക്കെ വരുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. അവിടുന്ന് ഓൾമോസ്റ്റ് 57,000 എത്തണ്ട, അതിൻ്റെ മുമ്പ് തന്നെ ഇവിടുന്ന് 57,280 എന്നൊക്കെ 273 റേഞ്ചിൽ നിന്നുള്ള നമ്മൾ എൻട്രി വരിക. അപ്പോൾ 57-50 എത്തുമ്പോൾ തന്നെ 1:5 ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇറങ്ങും ചെയ്യാം. ഏതായാലും എൻട്രി വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 11:03 നമ്മൾ ആ ഒരു എൻട്രിക്ക് വേണ്ടി കാത്തുനിന്നു, പക്ഷെ അത് കിട്ടിയില്ല. എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ആ ഒരു ക്യാൻഡലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോയില്ല. അവിടെ പോയില്ലെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാമായിരുന്നു. പക്ഷേ പ്രീമിയം ഓൾമോസ്റ്റ് വലിയൊരു മൂവ്മെൻ്റ് ഒന്നുമില്ല. 630 റേഞ്ചിലൊക്കെ ആയിരുന്നു. അത്യാവശ്യം 50 പോയിന്റ് പോയി എന്നുള്ളൂ. ഇവൻ നിഫ്റ്റിയിൽ നമ്മൾ ആ എൻട്രി എടുക്കാത്തതിൻ്റെ കാര്യം മനസ്സിലായി. ഓവറോൾ ഒരു ബെയറിഷായി തോന്നിയത് കൊണ്ടാണ്. ഒരുപാട് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഒക്കെ എടുത്തിട്ടുണ്ട് നിഫ്റ്റി. പക്ഷേ ധൈര്യമില്ല. മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റാണ് കണ്ടത്. ക്യാൻഡിൽസ് ഒക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള ക്യാൻഡിൽസ്, ഡംപ് ആൻഡ് പമ്പ് എന്ന് പണ്ട് ഇവർ ഇപ്പോൾ അടുത്ത് വന്ന ഒരു ന്യൂസ് ഇല്ലേ, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആദ്യം ഡംപ് ചെയ്യും പിന്നെ പമ്പ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് മാർക്കറ്റിൻ്റെ മുകളിലേക്കും താഴേക്കും അങ്ങനെയുള്ളൊരു മൂവ്മെൻറ്റാണ് ഇപ്പോൾ മാർക്കറ്റിൽ കാണുന്നത്. കുറച്ച് സേഫായിട്ട് നോക്കുക നല്ലത്. SLO ടാർഗറ്റ് അത് ഓക്കെ, അതെന്തായാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ ഇനിയിപ്പോൾ ഏതെങ്കിലും നല്ല ചാൻസ് വരട്ടെ, ഇനി എടുക്കാം. സമയം 11 മണി, ഇതൊരു ട്രേഡ് പോലും എടുത്തിട്ടില്ല. ഏതെങ്കിലും ഒരു 5 മിനിറ്റ്സ് ടാപ്പ് ചെയ്യുമ്പോഴോ 15 മിനിറ്റ്സ് ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്ക് നോക്കാം ട്രേഡ്. ഞാൻ അപ്ഡേറ്റ് ചെയ്താലും ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്, നമ്മളൊരു പുട്ട് ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. ഒരു അഗ്രസീവ് എൻട്രി എടുത്തതാണ്. അപ്സൈഡ് ലിക്വിഡിറ്റി നിഫ്റ്റിയിൽ ടാപ്പ് ചെയ്ത് നല്ല അപ്സൈഡിലേക്ക് പോയി നിഫ്റ്റി ഒരുപാട് താഴെ വന്നതിന് ശേഷം. ഓവറോൾ ഒരുപാട് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്സൈഡിലേക്കും പോസിബിലിറ്റി ഉണ്ട്, ഡൗൺ സൈഡിലേക്കും പോസിബിലിറ്റി ഉണ്ട് എന്ന് പറയാം. പക്ഷേ നമുക്കൊരു എന്താ പറയുക, ഒരു 1 മിനിറ്റ് ലിക്വിഡിറ്റി ഏരിയ ഒക്കെ ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ താഴേക്കാണ് ഒരു ട്രേഡ് ചെയ്യാൻ നോക്കിയത്. ഒരു പുട്ട് ഓപ്ഷനാണ്. പക്ഷെ പ്രീമിയം അങ്ങനെ ഒരു സുഖം കിട്ടില്ല അല്ലേ. ഓക്കെ, ഏതായാലും എൻട്രി ജസ്റ്റ് ഞാൻ ഉപ്പ് എടുത്തിട്ടുള്ളൂ. എൻട്രി ആ ഒരു ക്യാൻഡിലാണ് എൻട്രി എടുത്തത്. ഒരു 1 മിനിറ്റ് IDX ലിക്വിഡിറ്റി ഏരിയ നമുക്ക് ഡേ ലോ വരെ വെക്കാം. 50 പോയിന്റ് അടുത്തുണ്ട്, അതുകൊണ്ടാണ് ആ ഒരു ഏരിയയിൽ നിന്ന് എടുത്തത്. ഡേ ലോ എത്തുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. 25,357 ടാപ്പ് ചെയ്യണം. 57-20 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇറങ്ങും ചെയ്യാം ട്രേഡിന്. പ്രീമിയം നമുക്ക് കിട്ടിയത് 31.60 ആണ്. ഓവറോൾ നല്ല ബെയറിഷാണ്. അപ്പോൾ ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി മാർക്കറ്റ് ഒരുപാട് ലിക്വിഡിറ്റി ഏരിയൻ്റെ മുകളിലേക്ക് പെട്ടെന്ന് ബൗൺസ് ചെയ്യുമ്പോൾ ആളുകൾ വീണ്ടും അപ്സൈഡിലേക്ക് കയറുമ്പോൾ താഴേക്ക് എടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ലോജിക്ക്. ആ ഒരു വ്യൂവിലാണ്. കാരണം കുറേ ദിവസങ്ങളായിട്ട് ബെയറിഷായിട്ട് വരും, പിന്നെ ബുള്ളിഷായിട്ട് പോകും. അങ്ങനെയായിരുന്നു മാർക്കറ്റ്. അപ്പോൾ അതേ ഒരു പാറ്റേണിലൊന്നും സംഭവിക്കും എന്നുള്ള രീതിയിൽ ആളുകൾ അപ്സൈഡിലേക്ക് കയറുമ്പോൾ ഒരു ഡൗൺ സൈഡ് എൻട്രിയാണ് ഞാൻ എടുത്തത്. നോക്കാം നമുക്ക്. ഇതിൽ രസമല്ല, ഞാൻ ഇപ്പോൾ പിന്നെ ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ടിൽ നോക്കിയപ്പോൾ അവിടെ ഒരു ലിക്വിഡിറ്റി ഒന്നുമില്ല. ഇത് അപ്സ്റ്റോക്സിൻ്റെ ചാർട്ട് മാത്രമേ കാണുള്ളൂ. അത് ചെറിയ ക്യാൻഡിൽ ഡിഫറൻസ് ഉള്ളൂ, പക്ഷേ അപ്സ്റ്റോക്സിൻ്റെ ചാർട്ടിൽ കാണുന്നുണ്ട്. ഏതായാലും ഞാൻ എടുത്തിട്ടുണ്ട്. എടുത്തതിന് ശേഷമാണ് കണ്ടത്. കുഴപ്പമൊന്നുമില്ല. കാരണം ഓവറോൾ അപ്സൈഡ് ലിക്വിഡിറ്റി 5 മിനിറ്റ്സിൻ്റെ ഒക്കെ ഒരുപാട് മുകളിൽ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് താഴേക്ക് നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. ട്രേഡിൽ SL ആണോ ടാർജറ്റ് ആണോ നമുക്ക് നോക്കാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു ട്രേഡിൽ. കാരണം നമ്മുടെ എൻട്രി എടുത്തത് 31-നാണ്. അതുപോലെ SL അടിച്ചത് 25.55. അതായത് മാർക്കറ്റ് അധികം താഴേക്ക് മീൻസ് മുകളിലേക്ക് പോയിട്ടില്ല. നമ്മൾ എടുത്തതിന് ശേഷം മാർക്കറ്റ് താഴേക്ക് തന്നെയാണ് വന്നത്. പക്ഷേ SL നമ്മളല്ലേ എക്സ്പയറി ഡേ അതിനെ കൊണ്ട് പ്രീമിയം പെട്ടെന്ന് DK വന്നിട്ട് അതുപോലെ നമ്മൾ അടുത്ത മണി കുറച്ച് സ്ലൈറ്റ്ലി ഇൻ്റെ മണി എടുക്കേണ്ടിയിരുന്നു. കുറച്ചുകൂടി കുറച്ചുകൂടി DKൻ്റെ അത് കുറയും. പക്ഷേ കുഴപ്പമില്ല. ഏതായാലും
ഞാൻ വിചാരിച്ചു പെട്ടെന്ന് നല്ലൊരു മൊമെന്റം വരുന്നു. ക്യാൻഡിൽസ് നന്നായിട്ട് താഴെ വന്നു, പക്ഷെ പ്രീമിയം വരുന്നില്ല. മീൻസ് എന്തൊക്കെയോ മാർക്കറ്റിൽ സംഭവിക്കുന്നുണ്ട്. മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറപ്പിക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നത്. ഇപ്പൊ ഇനി ഇവിടെ ടാപ്പ് ചെയ്ത് മുകളിലേക്ക് പോകുമെന്ന് അറിയില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ഉണ്ടായത് കൊണ്ട് ഇവിടെ ടാപ്പ് ചെയ്ത് ഇനി മുകളിലേക്കും പോകാൻ പോസിബിലിറ്റി ഉണ്ട്. അവിടെ പ്രീമിയം കോളിനേക്കാളും കുറച്ചുകൂടിയും പുട്ടിനേക്കാളും കുറച്ചുകൂടി കോളിലൊരു മൊമെന്റം പോലെ തോന്നുന്നത്. ഏതായാലും ഞാൻ ഇനി ട്രേഡ് എടുക്കണമെന്നില്ല, അപ്സൈഡിലേക്ക് എടുക്കണമെന്നില്ല, കുറച്ചുകൂടി നല്ല ചാൻസ് വരട്ടെ, എന്നിട്ട് ഞാൻ നോക്കാം. താഴേക്ക് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ആ ട്രേഡ് എടുത്തപ്പോൾ തന്നെ പ്രീമിയത്തിന് ഒരു സുഖമില്ലായിരുന്നു, പ്രീമിയം തീരെ പോലെ. പക്ഷെ കോൾ ഓപ്ഷൻ ഉണ്ടോ, നമ്മൾ ആ ഒരു ട്രേഡ് ഇവിടുന്ന് 55 70 വരെ 15 പോയിന്റ് പെട്ടെന്ന് പോയി. ഇപ്പോൾ അതേപോലെ കോളിൽ പിന്നെയും ഫാസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. എന്താ അറിയാം, നേരെ മറിച്ച് നല്ല ഫാൾ വരുമ്പോൾ പുട്ട് ഓപ്ഷൻ ആണ് പറക്കേണ്ടത്. ഇപ്പൊ എന്തൊക്കെയോ മാർക്കറ്റിൽ ഇപ്പൊ ഇവിടുന്ന് ഒരു ട്രേഡ് എടുത്ത് അടുത്ത അപ്സൈഡ് ലിക്വിഡിറ്റി വരെ പോകുമെന്ന് അറിയില്ല. 428 വരെയൊക്കെ പോവാം. ഏതായാലും ഇനി ചാൻസ് വരട്ടെ, എന്നിട്ട് നോക്കാം. ഏതായാലും ഇപ്പൊ തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഏതായാലും നമുക്ക് ഗോൾഡിൽ ഒരു ട്രേഡ് നോക്കാം. ഗോൾഡിൽ ഒരു 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഒക്കെ എടുത്ത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയന്റെ താഴേക്ക് മാർക്കറ്റ് വരുമ്പോൾ നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം. എക്സാക്ട്ലി ഒരു ട്രെൻഡ് ലൈൻ ആണ് റിവേഴ്സൽ വരുന്നത്. അപ്പോൾ അതിന് ആ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്തിട്ട് മീൻസ് കറക്റ്റ് 1 അവറിന്റെ ക്യാൻഡിലൊക്കെ ലോഡ് എടുക്കും ആ ഒരു എൻട്രി വരുമ്പോൾ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അപ്സൈഡിലേക്ക് കയറാം. തൊട്ട് താഴെ ഒരു പൊട്ടിക്ക് ലോഡ് എടുത്തോ ഇല്ല, ട്രേഡിംഗ് എടുത്തിട്ടില്ല. നമുക്ക് ബൈ ചെയ്യാം ഗോൾഡിൽ ഇപ്പൊ 2 lakh ആയിട്ടുണ്ട് ക്യാപിറ്റൽ. കാരണം വീണ്ടും 195 ഒക്കെ വീണ്ടും ഇന്നലെ ട്രേഡിൽ സ്കാൽപ്പിങ്ങിന് ചെറിയ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ഒരു SL ഒരു പ്രോഫിറ്റ് ആയിരുന്നു. അപ്പോൾ ഓവറോൾ 5000 തന്നെ പ്രോഫിറ്റ് ആയിരുന്നു ഗോൾഡിൽ. ഈ ഒരു ഏരിയ എത്തുമ്പോൾ നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ആർക്കെങ്കിലും ഗോൾഡിൽ ട്രേഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ XNS അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് നാളെ കൂടെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവർ കുറച്ച് ദിവസം സെർവറിന്റെ ഇഷ്യൂ അവർ കുറച്ച് ദിവസം ന്യൂ രജിസ്ട്രേഷൻസ് എടുക്കുന്നില്ല. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് എൻ്റെ വീഡിയോന്റെ താഴെ ലിങ്ക് ഉണ്ടാവും, അതിൽ വെച്ചിട്ട് XNS ഓപ്പൺ ചെയ്യാം. 2 മിനിറ്റ് കൊണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. താഴേക്ക് വരട്ടെ, നമുക്ക് എൻട്രി എടുക്കാം. ഇല്ല, താഴേക്ക് വന്നിട്ടില്ല. വരുന്നുണ്ട് റെഡി ആക്കി നിൽക്കാം. ഇതൊന്ന് ഈ ഗോൾഡിന്റെ ഇതിൽ ചാർട്ടിൽ ലോ എടുത്തോ നോക്കാം. അതായത് ഈ ലോ ഏരിയ ടാപ്പ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു എൻട്രി എടുക്കും. 2 points ആയിരിക്കും SL കൊടുക്കുക. 1:5 റേഞ്ചിലുള്ള ട്രേഡാണ്. അതായത് 10 points റേഞ്ചിൽ നമുക്ക് ടാർഗറ്റ് ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഒരു എക്സാക്ട്ലി ഒരു ട്രെൻഡ് ലൈൻ എന്നാണ് മാർക്കറ്റ് താഴേക്ക് വരുന്നത്. അപ്പം അതിനൊന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അവിടെ ആളുകളെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ഒരു പുതിയൊരു ടെക്നിക്ക് മീൻസ് അറിയാലോ, ട്രെൻഡ് ലൈൻ എല്ലാവരും താഴേക്ക് എടുക്കുമ്പോൾ 1 മണിക്കൂറിന്റെ ക്യാൻഡിൽ 1 മണിക്കൂറിന്റെ ട്രെൻഡ് ലൈനാണ് റിവേഴ്സ് ചെയ്ത് താഴേക്ക് വരുന്നത്. അപ്പോൾ 1 മണിക്കൂറിന്റെ ലോ എടുക്കുന്ന സമയത്ത് വീണ്ടും ആളുകൾ താഴേക്ക് എക്സ്പെക്ട് ചെയ്യുമ്പോൾ മുകളിലേക്ക് പോയിട്ട് അവിടെ ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 3330 അപ്പം അങ്ങോട്ട് തന്നെ പോകുന്നുള്ളത് തന്നെയാണ് വ്യൂ. ഏതായാലും പക്ഷേ നമുക്ക് ആ ഒരു എൻട്രി ഏരിയ വരുമ്പോൾ എടുക്കാം. ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം. സമയം 2:23 നമ്മൾ ആ ഒരു ട്രേഡ് ജസ്റ്റ് നമുക്ക് കിട്ടാതെ മാർക്കറ്റ് മുകളിൽ വിടാതെ ഒരു പൊട്ടിക്കും കൂടെ താഴെ വന്നിരുന്നെങ്കിൽ എൻട്രി ഇടുക. ഇന്നിപ്പോൾ രണ്ടാമത്തെ ട്രേഡ് അങ്ങനെ വെച്ചാണ്. നിഫ്റ്റിയിൽ നമുക്ക് രാവിലെ അങ്ങനെ ട്രേഡ് പോയതാണ്. പക്ഷേ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ഇമോഷണലി പ്രശ്നമൊന്നുമില്ല. നേരെ മറിച്ച് എൻട്രി ഇല്ലാത്ത അവസരത്തിൽ എടുത്തുകൊണ്ട് SL അടിച്ചാൽ ടാർഗറ്റ് എത്താൻ എനിക്ക് പ്രശ്നം തന്നെയാണ്. നമ്മളിന്ന് രാവിലെ ട്രേഡ് ചെയ്തതിനു ശേഷം പിന്നെ ഇതൊരു ട്രേഡ് ചെയ്തില്ല, 2:30 മണിയായി. കാരണം മാർക്കറ്റിന്റെ ബിഹേവിയർ, ഇന്ത്യൻ മാർക്കറ്റ് നിഫ്റ്റിയും ബാങ്കൊക്കെ എന്താ കാട്ടുന്നത് എനിക്ക് മനസ്സിലാവില്ല. ക്യാൻഡിൽസ് ഒക്കെ അങ്ങോട്ട് പറക്കുക ഒരു അൺഹെൽത്തി ആയിട്ടാണ് പോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഏതോ പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇറങ്ങിയെന്ന് തോന്നുന്നുണ്ട്. ഇതുണ്ടല്ലോ എക്സാക്ട്ലി ഞാൻ പറഞ്ഞ സംഭവം. ഗോൾഡിൽ ലിക്വിഡിറ്റി കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈവൻ നമ്മൾ വിചാരിച്ചിടത്ത് മാർക്കറ്റ് പോയാലും ഫ്യൂച്ചർ ആയതുകൊണ്ട് കറക്റ്റായിട്ട് മാർക്കറ്റ് അവിടേക്ക് പോകും. അപ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് മുകളിലേക്ക് കൊടുക്കുക. കാരണം ഞാൻ പറഞ്ഞ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട് എന്ന് പറഞ്ഞു. അവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കറക്റ്റ് ആ ട്രെൻഡ് ലൈൻ റിവേഴ്സ് ചെയ്തപ്പോൾ ആളുകൾ താഴേക്ക് എടുത്തിട്ടുണ്ടാവുക. അവർ SL അടിച്ചിട്ടുണ്ടാവും മിക്കവാറും. കാരണം അപ്പോൾ അവിടെ ഒരു 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് താഴേക്ക് നോക്കാം. ഈ ഒരു ഏരിയന്റെ മുകളിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്കൊരു ഡയറക്റ്റായിട്ട് എൻട്രി എടുക്കാം. നമുക്കറിയില്ല അത് SL ആണോ ടാർഗറ്റ് ആണെങ്കിൽ. എന്തായാലും നമുക്ക് ഓക്കെയാണ്, അംഗീകരിക്കാം. അന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു SL ഉണ്ട്. ഇനിയിപ്പോൾ ഇതിലും ഒരു SL ആണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. 2 point SL ഇതേപോലെ തന്നെ 10 points ഈ ഒരു സ്വിംഗ് ലോ വരെ ടാർഗറ്റാണ് പ്ലാൻ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 1:5 എബോവ് ഉണ്ട് ട്രേഡ്. നോക്കാം, ആ ഒരു ഏരിയയിലേക്ക് വന്നാൽ നമുക്ക് എടുക്കാം. ഞാൻ പറഞ്ഞ പോലെ എക്സാക്ട്ലി ആ ഒരു ട്രെൻഡ് ലൈൻ ഏരിയന്ന് റിവേഴ്സ് ചെയ്യുന്നു പറഞ്ഞ പോലെ തന്നെ റിവേഴ്സ് ചെയ്തു. നമ്മൾ ആ ഒരു ഏരിയന്ന് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഗോൾഡിൽ കുറച്ചും കൂടി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ഈസി.
മീൻസ് ഈ ഒരു വ്യൂവിലാട്ടോ പ്രൊഡിക്ഷൻ. അതായത് നോർമലി എല്ലാവരും ചെയ്യുന്ന പ്രൈസ് ആക്ഷൻ അല്ല, ആളുകൾ എവിടേക്കാണ് സ്റ്റോപ്പ് ലോസ് വെച്ച് എവിടുന്ന് എൻട്രി എടുക്കാൻ പോസിബിലിറ്റി ഉണ്ട്, ട്രെൻഡ് ലൈന് ടച്ച് ചെയ്ത് താഴേക്ക് വരുമ്പോൾ അവിടുന്ന് എടുക്കാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ നമുക്ക് മേലേക്ക് കയറാം, അങ്ങനെയുള്ള ഒരു വ്യൂവിലാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ നോർമലി നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രൈസ് ആക്ഷൻ രീതിയിലല്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് പറഞ്ഞത്. സമയം 2:25 ഇതുവരെ പിന്നീട് ട്രേഡ് ഒന്നും കിട്ടിയിട്ടില്ല. ഗോൾഡിൽ ഒറ്റ ട്രേഡ് എടുത്തിട്ടില്ല, ഒരു ട്രേഡ് ജസ്റ്റ് നമുക്ക് പോയും ചെയ്ത്. ഒരു പോയിന്റ് കൂടെ വന്നിരുന്നെങ്കിൽ അത് രസമല്ല. ഗോൾഡിന്റെ നമ്മുടെ XNSന്റെ ചാർട്ടിൽ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുവരെ നമുക്ക് ബൈ അടിച്ചു നിന്നാണ്, ഇനി സെല്ല് എടുക്കാം, സെല്ല് സെറ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു ക്യാൻഡലിന് മുകളിലേക്ക് മാർക്കറ്റ് പോയാൽ ഡയറക്റ്റ് അവിടെ നിന്ന് ഒരു എൻട്രി താഴേക്ക് എടുക്കാം, 2 ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്യാൻഡിൽ അങ്ങോട്ട് വരട്ടെ. ഇപ്പൊ നേരത്തെ നമുക്ക് നേരത്തെ തരാതെ പോയ പോലെ പോവാനെ പോട്ടെ. പെർഫെക്റ്റ് എൻട്രി വരാതെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ആ ക്യാൻഡലിന്റെ ഇപ്പൊ ടാപ്പ് ചെയ്ത ക്യാൻഡലിന്റെ മുകളിലേക്ക് മാർക്കറ്റ് പോകുമ്പോഴേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇനി അല്ലെങ്കിൽ നമുക്ക് ആ എൻട്രി ഒഴിവാക്കാം. എൻട്രി എല്ലാ ട്രേഡും ടാർഗറ്റ് അടി. ഓക്കെ, വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് എടുക്കാം. നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. കാരണം നമുക്ക് എൻട്രി കിട്ടിയത് 3329 അപ്പൊ നമുക്ക് 3329 എൻട്രി. സോറി, 32 അല്ല, 3231 അല്ല, 3331 ആണ്. 3331.8 നമുക്ക്, അതായത് 3400 ആയിരിക്കും ലോസ് വരാൻ നമുക്ക്. ഇനി ടാർജറ്റ് നമുക്ക് 3319 വെച്ചുകൊടുക്കാം. 3319.8 ആണല്ലോ കേട്ടോ ടാർജറ്റ് വരുന്നത്. ആ ഒരു ലിക്വിഡിറ്റി ഏരിയയിലാണ് നമുക്ക് ടാർജറ്റ് പ്ലാൻ ചെയ്യുന്നത്. പെട്ടെന്ന് കൊടുക്കണം, അല്ലെങ്കിൽ SL പെട്ടെന്ന് പോയാൽ പോകും. നമുക്ക് 19.9 കൊടുക്കാം. 17,959 ആണ് നമുക്ക് പ്രോഫിറ്റ് വരിക. ലോസ് 3,400ഉം പ്രോഫിറ്റ് 17,000. 1:5. ഞാൻ പറയാൻ ലോജിക്ക് ഇതാണ്. കറക്റ്റ് ട്രെൻഡ് ലൈനിന്റെ അവിടുന്ന് റിവേഴ്സ് ആയതാണ് മൂന്നാമത്തെ പ്രാവശ്യം. ആ ഒരു ക്യാൻഡിലിന്റെ ലോ എടുത്തപ്പോഴാണ് ഞാൻ മുകളിലേക്ക് നോക്കിയിരുന്നത്. ഒരു 1 അവർ അവിടെ ടാപ്പ് ചെയ്ത് 1 അവറിന്റെ ലോ എടുത്തപ്പോഴാണ് മേലേക്ക് നോക്കിയത്. അത് നമുക്ക് ജസ്റ്റ് മിസ്സായി. താഴേക്ക് ഇപ്പം ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട്, ആളുകൾ അപ്സൈഡിലേക്ക് കയറുന്ന ഒരു ഏരിയ ആണ്. ഇപ്പം ട്രെൻഡ് ലൈനിൽ താഴേക്ക് വരും എന്ന് പറഞ്ഞ ആളുകൾ SL ഉള്ള ഏരിയ. 2 ഏരിയ ഉണ്ട് അവിടെ, 2 തരം ലിക്വിഡിറ്റി ഉണ്ട് അവിടെ. ഒന്ന് ട്രെൻഡ് ലൈനിന് കറക്റ്റായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ ട്രേഡ് 1 അവറിന്റെ ക്യാൻഡിലെ ലോ ടാപ്പ് ചെയ്ത് താഴേക്ക് വന്നപ്പോൾ ഒരു ഡൗൺ സൈഡ് ട്രേഡ് എടുത്ത ആളുകളുണ്ടാവും, അവരുടെ SL വെച്ച ഏരിയ ഉണ്ട്. അതുപോലെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ലിക്വിഡിറ്റി അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നും പോസിബിലിറ്റി ഉണ്ട് താഴേക്ക് വരാൻ. പക്ഷേ പോസിബിലിറ്റി ഓൺലി, നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല. ചിലപ്പോൾ നമ്മുടെ ജസ്റ്റ് SL അടിച്ചിട്ട് വരാം, അല്ലെങ്കിൽ അവിടുന്ന് ഡയറക്റ്റ് വരാം. എന്തായാലും നമ്മളെ പ്ലാൻ ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്. നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ഇനി ചെയ്യാനില്ല. SL കൊടുത്തിട്ടുണ്ട്, ടാർജറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം, ഏതായാലും നോക്കാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഏതായാലും എന്താ സംഭവിക്കാൻ നോക്കാം. നമുക്ക് 5,000 6,000 റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ആ ഒരു ട്രേഡ് താഴേക്ക് വന്നിട്ടുണ്ട്, നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ കറക്റ്റായിട്ട് താഴേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇന്ന് മാക്സിമം നമുക്ക് പിന്നെ സമയം 3 മണിയായിട്ട് നമ്മൾ പിന്നെ വേറെ ട്രേഡൊന്നും എടുത്തില്ല. നിഫ്റ്റി പിന്നെ ട്രേഡ്സ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അവിടെ നിൽക്കട്ടെ, ഇനി ട്രേഡ് ചെയ്യില്ല. സമയം 3 മണി കഴിഞ്ഞില്ല, ഇനി നമുക്ക് ടൈമില്ല. കാരണം മാർക്കറ്റ് അങ്ങനത്തെ ഒരു അൺഹെൽത്തി ആയിട്ട് മൂവ് ചെയ്യണം. അങ്ങോട്ട് പോകുന്നുണ്ട്. ലിക്വിഡിറ്റി ഏരിയ എന്നൊക്കെ ചിലപ്പോൾ റിയാക്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്തൊക്കെ ഒരു പ്രൈസ് ആക്ഷൻ, നോർമലി നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു പ്രൈസ് ആക്ഷനാണ്. ഈ ഒരൊറ്റ ട്രേഡ് ഉള്ളൂ, രാവിലെ അടുത്തൊരു ട്രേഡ് ഉള്ളൂ, വേറെ ട്രേഡൊന്നുമില്ല. എന്തായാലും നോക്കാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 3:10 നമ്മൾ ആ ഒരു ഗോൾഡിൽ എടുത്ത ട്രേഡ് പെർഫെക്റ്റ് ആയിട്ട് താഴേക്ക് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് 11,300 ഒക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഇനി അവിടെ സ്റ്റോപ്പ് ലോസ് ഞാൻ മോഡിഫൈ ചെയ്തെടുത്തിട്ടുണ്ട് 5. കാരണം ഓവറോൾ ബുള്ളിഷ് ട്രേഡ് ആണെങ്കിൽ നമുക്ക് മാക്സിമം ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യാം. ഇവിടെ ബെയറിഷ് മീൻസ് മാർക്കറ്റ് ഇപ്പോൾ ബുള്ളിഷായി പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്ത് കൊടുക്കാം. കാരണം മീൻസ് അപ് സൈഡിലേക്കാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യാം, ഈ സൈഡ് ഒന്നും ചേഞ്ച് ചെയ്യണ്ട. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ നമുക്ക് ചില സമയത്ത് കറക്റ്റായിട്ട് ഓർഡർ ബ്ലോക്ക് എടുത്തിട്ട് മുകളിലേക്ക് പോകും, അപ് സൈഡിലേക്ക് പോകുമ്പോൾ. മീൻസ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി ഏതായാലും കിട്ടിയ പ്രോഫിറ്റ് കംപ്ലീറ്റ് ആയിട്ട് കളയില്ല. ഒരു 5,000 അവിടെ ലോക്ക് ചെയ്യാം. നമുക്ക് 10,000 11,000 എബോവ് വന്നതിന് ശേഷം ഞാൻ 5,000 വെച്ച് കൊടുത്ത്, ഇനി അഥവാ ഡയറക്റ്റ് പോയി ടാർഗറ്റ് അടിക്കാൻ അടിച്ചോട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ഈ ട്രേഡിൽ ലോസ് ഉണ്ടാവില്ല, പ്രോഫിറ്റ് തന്നെ ആയിരിക്കും 5,000. അഥവാ ഇപ്പോൾ ഓൾറെഡി 10,000 തൊട്ടടുത്ത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ടാർഗറ്റ് ഏരിയ ഇതാണ്. കാരണം ഓവറോൾ നല്ല ബുള്ളിഷായിട്ട് ഇങ്ങനെ മാർക്കറ്റ് പോകല്ലേ. അപ്പം ചിലപ്പോൾ ഒരു OB ഏരിയെന്നോ അല്ലെങ്കിൽ ഒക്കെ റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ കിട്ടിയ പ്രോഫിറ്റ് കളയണ്ട. അപ്പം ലോക്ക് ചെയ്തിട്ടുണ്ട് പ്രോഫിറ്റ്. സമയം 3 മണി കഴിഞ്ഞ് 3:15 ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഏതായാലും അധികം വെയിറ്റ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ പിന്നെ ഇന്നത്തെ വീഡിയോ എന്താ ചെയ്യാം, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, നാളെ നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് എന്താ ഇതിൽ ലോസ് ആണെങ്കിലും ഗോൾഡിലൂടെ മാക്സിമം 5,000 പ്രോഫിറ്റ് ഉണ്ടാവില്ല, ഇനി അഥവാ SL അടിച്ചാൽ പോലും. അതാ പറഞ്ഞേ, മിക്ക ദിവസങ്ങളിലും ഇപ്പോൾ ഗോൾഡാണ് സേവ് ചെയ്യുന്നത്.
ഇന്ത്യൻ മാർക്കറ്റിന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ വളരെ ശോചനീയമായ മാർക്കറ്റ് മൂവ്മെന്റ് ആണുള്ളത്. ഇതിൽ പിന്നെയും ബെറ്റർ ആയിട്ട് വരുന്നുണ്ട് പ്രൈസ് ആക്ഷൻ കുറച്ചും കൂടെ. നമ്മൾ ഇന്നൊരു ട്രേഡ് മിസ്സായതാണ്, നിഫ്റ്റിയിലും മിസ്സായതാണ്, അതുപോലെ ഗോൾഡിലും മിസ്സായത്, അല്ലെങ്കിൽ നല്ലൊരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. ഏതായാലും ഇനി നാളത്തെ ദിവസം നോക്കാം. ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ.